എന്ന സംഘടനയുടെ പ്രധാനമന്ത്രിയായ കമലാകുമാരി നമ്മളോടൊപ്പമുണ്ട്. കമലാകുമാരിക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഒപ്പം 1994 മിസ് കോളനിയായി തിരഞ്ഞെടുക്കപ്പെട്ട റീന നമ്മളോടൊപ്പമുണ്ട്. റീന, ഇപ്പോ മിസ് കോളനി മത്സരം തകർത്തുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെല്ലാം അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു കമലാകുമാരി? ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തക എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇവര് കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇവർ ശരിക്കും ഉയർത്തിപ്പിടിക്കുന്നത്? ഫാഷൻ ഷോയുടെ പേരിൽ എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? ഇപ്പൊ മിസ് കോളനി മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയാണല്ലോ ചർച്ച വരുന്നത്. ഇവരെ പോലെയുള്ള പെൺകുട്ടികൾ ശരിക്കും ചെയ്യുന്നത് ശരിയാണോ? സർ, ഇവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയാൽ സാറിന് ഒന്നും വിചാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഇതേപോലെ ഒരു നല്ല ഷോയിൽ നല്ല ഡീസന്റ് ആയിട്ടുള്ള കൾച്ചറുള്ള ആൾക്കാരെ വിളിക്കാനായിട്ട് സാർ ശ്രദ്ധിക്കണം. ആദ്യം ഇതേപോലുള്ള ഇൻഡീസന്റ് ആയിട്ടുള്ള ഇതേപോലെ ഇച്ചിരി പ്രായം കൂടിയവരൊക്കെ വീട്ടിൽ വല്ല രാമരാമ ചൊതിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ് നന്നായിട്ട് അടിച്ചു പൊടിച്ച് നടക്കുന്നതിന്റെ അസൂയാണ്, ഇവർക്ക് ഫ്രസ്ട്രേഷൻ ആണ്. അതെ, ഫ്രസ്ട്രേഷൻ എന്ന് പറയും. ആദ്യം റേഷൻ മേടിക്കാൻ നോക്കണം നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ, കേട്ടോ. ഹലോ, 94 മിസ് കോളനി ആയിരുന്നു. എന്റെ അമ്മയാണുള്ള പ്രായമുണ്ട്. ഞാനിത് ഒരിക്കലും അംഗീകരിച്ചു. പ്രായത്തിന്റെ പേരുള്ള തർക്കം ഒഴിവാക്കിയാൽ പഴയ കാലത്തിലുണ്ടായിരുന്ന സൗന്ദര്യ സങ്കല്പവും ഈ പുതിയ സൗന്ദര്യ സങ്കല്പവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ രവിവർമ്മ ചിത്രങ്ങളുടെ സൗന്ദര്യമായിരുന്നു. ഇപ്പൊ അതല്ല നടക്കുന്നത്. പിന്നെ ഇപ്പൊ രാം ഗോപാൽ വർമ്മ ചിത്രങ്ങളുടെ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു സൗന്ദര്യത്തിന്റെ പ്രകടനമാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടത്തണ്ടേ? എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം? ശരിക്കും പറഞ്ഞാല് ഇത് നടത്തരുത് എന്നാണ് എനിക്ക് പറയാം. ഞാൻ അതിനെ എതിർക്കുകയാണ് സർ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഭംഗി ലോകം മൊത്തം കാണുകയാണ്. കേരളത്തിന്റെ സൗന്ദര്യം ഇതെല്ലാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഈ സൗന്ദര്യം എല്ലാം അടക്കി പിടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇവരെ പോലെ തലയിൽ ചവറും വെച്ചല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ചവറല്ലാതെ തുളസി കതിരെന്ന് പറയും. അല്ല, റീനയൊന്നും കേട്ടുണ്ടാകാൻ വഴിയില്ല. ചുരുട്ടുമ്പോ കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി. പാട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാ ചുരുളമുടി? ഇല്ല. ഇപ്പൊ എല്ലാം സ്ട്രേറ്റ് ചെയ്തിട്ടേക്കണല്ലേ? അച്ചിങ്ങാപ്പയർ കിടക്കണോണ്ട് കിടക്കണല്ലേ? കോഴി ചിക്കിയ പോലെ കിടക്കണല്ലേ? കോഴി ചിക്കൻ, ദിസ് ഈസ് കോളിംഗ് ഹെയർ. ഓക്കെ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഫേം ചെയ്തിട്ടിരിക്കുന്നറിയോ? മുടക്കുണ്ടെന്നറിയോ? ഇതിനിടയിൽ ഈ കാളി ഹെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടില്ല. കാളികളെ പോലെ കാളി ഹെയർ, ചുരുണ്ടമുടി ഇല്ല എന്ന് ഇവർ പറഞ്ഞു. സാർ, വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവള് 94 മിസ് കോളനി ആയിരുന്നല്ലേ പറഞ്ഞത്? 4 കെട്ട് കെട്ടിട്ട് ഇപ്പോഴും മിസ് റീന എന്ന പേര്. മൈ ഗാഡ്, ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കാം. നിങ്ങൾക്ക് എന്ത് അവകാശത്തിന്റെ പേരില് ഞാൻ 4 കെട്ട് കെട്ടിയതാണെന്ന് പറയാൻ പറ്റും? പെണ്ണുമ്പളെ ഞങ്ങൾ ഇത്ര മോഡേൺ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇത്തിരി സാംസ്കാരിക തകർച്ചയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എന്നെ പോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകർക്ക് ചേരുന്ന ഭാഷയല്ലേ ഇത്? കേട്ടോടി പട്ടി. നിങ്ങൾ വഴക്കിട്ടോണ്ടിരിക്കാതെ ഇപ്പൊ നിർത്തുന്നോർത്ത് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഇരുന്ന് ഈ പറയുന്നത് മൂല്യച്യുതി പിന്നെ ഇവിടെ ഇരുന്ന് പറയേണ്ടത് നിന്റെ കുടുംബത്തിൽ നിന്ന് പറയാൻ പറ്റിയ കാര്യമാണ്. എന്നെ TV ചാനലുകാരെ വിളിച്ചതാ. ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ ഒന്നും അല്ല പുറത്തുള്ളത്. എനിക്കിത് എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ മിസ് റീന എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, കേട്ടോ. അധികം വർത്താനം പറയാൻ എന്തൊക്കെയാ കാട്ടിക്കൊടുക്കുന്നത്? ഫാഷൻ ഷോ ശരിയല്ലെന്നേ ഞാൻ പറയുള്ളൂ. മിസ് കോളനി മത്സരം, എന്ത് മിസ് കോളനി മത്സരം? പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മിസ് കോളനി മത്സരം ഇവിടെ നിരോധിക്കണമെന്നാണ് ഞങ്ങളെ പോലുള്ള വനിതാ സംഘടനകളും വനിതാ നേതാക്കളും. അമ്മച്ചി പറയുന്നത് അങ്ങനെ അമ്മച്ചി പറഞ്ഞാൽ കേൾക്കാമെന്നുള്ള ഇവളോടും ഉണ്ടായിരിക്കാൻ ഫാഷന്റെ പേരിൽ എന്ത് കാട്ടിക്കൂട്ടാന്ന ഇവരെയൊക്കെ വിചാരം. പതിരില്ലാത്തൊരു കഥയാണിത്, പതിരില്ലാത്തൊരു കഥയാണ്. കൺമുന്നിൽ